2017 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് തെന്നിന്ത്യയിലെ പ്രമുഖ നായിക ഓടുന്ന വാഹനത്തിൽ 2 മണിക്കൂറോളമാണ് ക്രൂരമായ പീഡനത്തിനിരയായത്. മലയാള സിനിമയെയും കേരളത്തെ ഒന്നാകെയും നടുക്കിയ ഈ സംഭവത്തിന് ശേഷം മറ്റ് ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുള്ള ചില സൂചനകളും പല കോണുകളിൽ നിന്നായി പുറത്തു വന്നിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനി മുൻപും മറ്റ് നടിമാരെ ആക്രമിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 5 പേർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയെന്നുമാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് നടിമാർക്കെതിരെയുള്ള അതിക്രമണങ്ങൾക്ക് പിന്നിൽ ദിലീപ് അല്ലെന്നും പൾസർ സുനി പറയുന്നുണ്ട്. അതിനു പിന്നിൽ മറ്റ് ചിലരാണ്. എന്നാൽ ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം ദിലീപിനറിയാം. അതുകൊണ്ടാണ് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതെന്നും പൾസർ സുനി പറയുന്നു. നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും പറയില്ല. നിലനിൽപ്പാണ് പ്രധാന കാര്യം. നിലനിൽപ്പിന് സ്വന്തം കയ്യിലുള്ളവർ പറയും. പ്രൊഡ്യൂസറും സംവിധായകനുമെല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും. റിമയൊക്കെ പറയുന്നത് പോലെ പറയുമെന്നും പൾസർ സുനി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ചും പൾസർ സുനി ചില തുറന്നുപറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. ഒറിജിനൽ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. മൊബൈൽ ഫോൺ താൻ ഗോശ്രീ പാലത്തിൽ നിന്നും കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞുവെന്നായിരുന്നു 1-ാം പ്രതിയായ പൾസർ സുനി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ പൾസർ സുനി പറയുന്നതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറി എന്നത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്ന് പൾസർ സുനി പറയുന്നു. തന്റെ കൈവശം തന്നെ ഫോണുണ്ടെന്ന സൂചനയാണ് സംഭാഷണത്തിൽ പൾസർ സുനി നൽകുന്നത്. പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ ഫോണിലുണ്ടെന്നും പൾസർ സുനി പറയുന്നു. ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷകയ്ക്ക് കൈമാറി. ഈ വക്കീലുള്ളപ്പോൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടങ്ങാൻ നോക്കിയത്. പക്ഷേ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു. വിജീഷിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു. അങ്ങനെയാണ് ആ വക്കീലുമായുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. നമ്മൾ സേഫ് ആകാൻ നോക്കിയപ്പോൾ പുള്ളി അത് കോടതിയിൽ കൊടുത്തു. മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ഒറിജിനൽ ഫോൺ ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൾസർ സുനി പറയുന്നു.